പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹാദരവോടെ ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതിസ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ഈ നല്ല ദിവസം നന്ദിയോടെ ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി സർവ്വ ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ക്രിസ്തുവിൽ ധന്യരാകാനും വചനത്തിൽ ബലപ്പെടാനും നമ്മെ തന്നെ ആത്മാവിൽ ഉറപ്പിക്കാനും നമ്മുടെ സാധ്യതകളെ ദൈവവചനത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുവാനും ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ചൊരുങ്ങുകയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തെ ആധാരമാക്കി അതിനകത്തെ ചില വാചകങ്ങളെ ആത്മീക ചിന്തയ്ക്ക് ഉതകുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നാം ഇന്നൊന്നിച്ച് വിചിന്തനം ചെയ്യാൻ കർത്താവിൻ്റെ വിലപ്പെട്ട കൃപയിൽ തന്നെ ആശ്രയിക്കുന്നു. ദാനിയേൽ 6:3 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു. അതുകൊണ്ട് എല്ലാവരിലും വിശിഷ്ടനായി താൻ വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാനിയേൽ പ്രവചനം വേദപുസ്തകത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ്. ദാനിയേൽ എന്ന വ്യക്തിപ്രഭാവം വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപുരുഷൻ എന്ന് സംബോധന ചെയ്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ വിളിക്കുകയും ദൈവത്തിന് അത്ര ഇഷ്ടനും ബാബേൽ സാമ്രാജ്യത്തിൽ സത്യദൈവത്തിന് വേണ്ടി ഇത്ര ശ്രേഷ്ഠമായി നിൽക്കാൻ ദൈവം കണ്ടെത്തിയ യുവകേസരിയുമായിരുന്നു. ദീർഘമായ കാലം 2-3 രാജാക്കന്മാരുടെ സാമ്രാജ്യാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ആത്മീകത്തിലും താൻ ചെന്ന രാജ്യത്തിൽ തന്നെ ഏൽപ്പിച്ച കാര്യത്തിലും ശ്രേഷ്ഠതയോടെ നിന്ന ഭക്തനായിരുന്നു ദാനിയേൽ. ആ സംഭവങ്ങളെല്ലാം കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ദാനിയേലിനെ 2 കാര്യങ്ങൾ, ഒന്ന് ആരും പ്രത്യേകിച്ച് സഹായിക്കാനില്ല എങ്കിലും നന്നായി വിളങ്ങുക എന്ന വാക്ക് മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ദാനിയേൽ നല്ല വിശിഷ്ടനായി വിളങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശോഭിച്ചു, നന്നായി സക്സസ്സായി, തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും വിജയിച്ചു. രാജകീയമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അല്ലായിരുന്നു ദാനിയേലൊക്കെ യെരുശലേമിലെന്ന് വിചാരിക്കാം. ഭരണത്തോട് ബന്ധപ്പെട്ട് അതിലൊക്കെ മുമ്പ് തന്നെ അവർ ബാബിലോണിൽ എത്തിയല്ലോ, ബാലകരായിരിക്കുമ്പോൾ തന്നെ. പക്ഷെ അവിടെ ചെന്ന് രാജ്യത്തിൻ്റെ ഭരണതന്ത്രങ്ങളിൽ ഭാഗ്യവശാൽ ദാനിയേലൊക്കെ എത്തിച്ചേർന്നപ്പോൾ മറ്റ് പലരേക്കാൾ ഈ രാജ്യത്തെത്തിയ അന്യദേശക്കാരായിരിക്കുന്ന ഇദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ വിളങ്ങാൻ പറ്റി. അതിൻ്റെ കാരണം എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട്, ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട്. ഇച്ചിരി കട്ടിയുള്ള വാക്കാണ്. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ദാനിയേലിലുണ്ട്. നമുക്കറിയാം, അത് പറയുമ്പോഴേ നമുക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നിലധികം പ്രാവശ്യം ദാനിയേലിനെക്കുറിച്ച് ബാബിലോൺ സാമ്രാജ്യാധിപനായിരിക്കുന്ന നെബൂഖദ്നേസർ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ അകത്ത് ദേവന്മാരുടെ ആത്മാവുണ്ടെന്ന്. അവരുടെ ഭാഷയിൽ അത്രേ അവർക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷെ നമുക്കറിയാം, മഹാദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിൻ്റെ ഉള്ളിൽ വസിച്ചിരുന്നു. ആ രാജ്യത്ത് ചെന്ന് പാർത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മനുഷ്യൻ്റെ അകത്ത് വസിച്ചിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട്, നമ്മെ പ്രയോജനപ്പെടുത്തുന്ന രീതിയുണ്ട്, നമ്മളെ ഉപയോഗിക്കുന്ന ശൈലിയുണ്ട്. അത് തന്നെ നമ്മൾ പഠിച്ചാൽ എത്ര ശ്രേഷ്ഠമാണെന്നറിയോ. ഈ ദൈവാത്മാവ് അകത്തിരിക്കുന്നത് ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ പാട്ട് പാടുന്ന സമയത്ത് നമ്മളെ ഒന്ന് കുലുക്കാനും നമ്മളെ ഒന്ന് ചലിപ്പിക്കാനുമാണെന്ന് വിചാരിക്കരുത്.
രാവും പകലും നാം എവിടെ ആയിരുന്നാലും നമ്മുടെ അകത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും നമ്മെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും നമുക്കായി ചെയ്തു തരികയും ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. അപ്പം നാം എവിടെ ആയിരിക്കുന്നു എന്നതിലുപരി നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. ബാബേൽ സാമ്രാജ്യം ആത്മീകർക്ക് അനുകൂലമല്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്നും ബാബിലോൺ രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പശ്ചാത്തലങ്ങൾ അനുകൂലമല്ല എങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ഏത് നരകക്കുഴിയിലാണെങ്കിലും, സാത്താൻ്റെ കോട്ടയിലാണെങ്കിലും, പിശാചുക്കളെല്ലാവരും കൂടെ വന്ന് സിംഹാസനമിട്ടിരിക്കുന്ന കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമ്മളെ പൂട്ടാനും കെട്ടാനും ഒതുക്കാനും ഒന്നും പറ്റിയല്ല. നിന്നെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവ് ചെന്ന ദേശത്ത് ഏൽപ്പിച്ച കാര്യത്തിൽ വിശിഷ്ടനായി വിളങ്ങാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചാൽ പിന്നെ ആർക്ക് നമ്മളെ ഒതുക്കാൻ പറ്റും? ഇവിടെ ദാനിയേലിനെ പൂട്ടാൻ വേണ്ടി തൊട്ട് താഴത്തെ വാക്യങ്ങളൊക്കെ വായിച്ച് 4 വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്താൻ പലരും കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നു. ഇവനെ ഒന്ന് ഇല്ലാതാക്കാൻ, ഇവൻ്റെ ഉയർച്ചയെ ബന്ധിക്കാൻ, രാജാവിന് ഇവനോടുള്ള പ്രീതിവാത്സല്യത്തെ തകർത്ത് കളയാൻ കള്ളക്കഥകളും അല്ലാത്ത കാര്യങ്ങളും തന്ത്രങ്ങളും നാവി പിഴച്ചാൽ പോലും പിടിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരു കാൽച്ചുവട് തെറ്റിയാൽ അവനെ ഒതുക്കിക്കളയാൻ വേണ്ടി കാത്തിരുന്ന് പലരും കാലങ്ങളോളം. പക്ഷെ തൊടാൻ പറ്റിയില്ല. തോറ്റു തുന്നം പാടി അവസാനിച്ച കഥാപാത്രമല്ലല്ലോ ദാനിയേൽ. അതിൻ്റെ കാരണം ചെന്ന സ്ഥലം ഏതുമാകട്ടെ. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം പറയാം. നമ്മൾ 5 സെൻറ്റ് സ്ഥലം മേടിച്ചാൽ അതിനകത്ത് ചെന്ന് താമസിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറ്റിയാൽ പിന്നെ ഉടനെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരാനും ഉണ്ട്. ഈ സ്ഥലം മേടിച്ചതിൻ്റെ കുഴപ്പമാണ്, ഇവിടെ മറ്റതാണ്, ഇവിടെ അന്ധകാര ശക്തി ഉള്ളത്, അതുകൊണ്ട് നിനക്കിവിടെ ഗുണം വരുമെന്ന് തോന്നുന്നില്ല, നീ ഈ കടമുറി ശരിയല്ല, നീ എടുത്തിരിക്കുന്ന ഈ മുറി അത്ര ശരിയല്ല, എൻ്റെ ദർശനം ശരിയല്ല, നീ വന്നിരിക്കുന്ന സ്ഥാനം ശരിയല്ല, നീ ഇരിക്കുന്ന കസേരയുടെ ഇരിപ്പ് ശരിയല്ല, നിൻ്റെ വീടിൻ്റെ വാതിലിരിക്കുന്നത് ദർശനപ്രകാരമല്ല. ഇതൊക്കെ പറഞ്ഞു തന്ന് വെറുതെ മനുഷ്യൻ്റെ ആയുസിനകത്ത് മണ്ണ് വാരിയിടുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തലേ കൈവച്ച് വിലപിക്കുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? പക്ഷെ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ച് ഏത് സാത്താൻ തെക്കോട്ടും വടക്കോട്ടും അരകെട്ടി മുറുക്കി നടക്കുന്ന പട്ടണത്തിലാണ് നീ പാർക്കുന്നതെങ്കിലും നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നിന്നെ വിളങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ തലേക്കെട്ടും കെട്ടി നടക്കുന്ന പിശാചിനും പിള്ളേർക്കും വെറുതെ ചുറ്റി നടക്കാന്നുള്ളതല്ലാതെ ഒരു ഗുണമില്ലാതെയാവും. സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തിരുവചനപ്രകാരം ദൈവസന്നിധിയിൽ കർത്താവിനെ വിശ്വസിച്ച് നിന്നാൽ നീ എതിർക്കും തോറും, നിനക്കെതിരെ ആരെ എതിർക്കും തോറും നീ വിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അകത്ത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, അത്രയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ആ സ്പിരിറ്റ് നമ്മൾ പഠിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. എക്സസൈസ് ചെയ്ത് മസിൽ പെരുപ്പിക്കുന്ന പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എണ്ണ പുരട്ടി കുറച്ചു നേരം നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കി വരുന്നതല്ല. അങ്ങനെയൊന്നും ഈ ആത്മാവിന് കിട്ടിയല്ലോ. ദൈവമായിട്ടുള്ള നിരന്തര സമ്പർക്കവും തുടർമാനമായിരിക്കുന്ന പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ദൈവത്തെ മറക്കാതെ നിൽക്കുന്നിടത്ത് ഭക്തനായി ജീവിപ്പാനുള്ള ആത്മാർത്ഥതയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ അകത്തിരിക്കുന്ന ആത്മാവ് ഞെരുക്കപ്പെടുകയല്ല, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ആരംഭിക്കും. അപ്പോൾ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഉത്കൃഷ്ടമാനസനായിരുന്നത് ഒരു കാരണം വേണം. ഒരു മനുഷ്യൻ എപ്പോഴും ഓർത്തോളണം. ഞാൻ നേരെയുള്ള വഴിയെ പറയുന്നത് കേട്ടോ, വളഞ്ഞ വഴികളൊക്കെ ഒത്തിരി ലോകത്തിലുണ്ട്. ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ, ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ ആർക്കും അവനെ ഒതുക്കാൻ കഴിയാതെ വണ്ണം അവനെ പ്രതിസന്ധികളുടെ നടുവിലും പിടിച്ചു നിർത്തുമെങ്കിൽ ഓർത്തോളണം, ഇവനിൽ ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവുമുണ്ട്. അതുകൊണ്ട് എത്ര പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടെങ്കിലും അകത്ത് പരിശുദ്ധാത്മാവുള്ളവൻ അവൻ പിന്നെയും വിളങ്ങും. മാത്രമോ, അടുത്തതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അടുത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
അവനങ്ങനെ വിളങ്ങിയതുകൊണ്ട് രാജാവ് വിചാരിക്കുകയാണ്, എല്ലാ ദേശാധിപതിമാരിലും എല്ലാ ദേശത്തിലും വെച്ച് ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കി വയ്ക്കാൻ വിചാരിച്ചു. ഒരു പ്രൊമോഷന് വേണ്ടി കടലാസ് കൊടുക്കുകയോ സമരം ചെയ്യുകയോ കൈക്കൂലി കൊടുക്കുകയോ റെക്കമെൻഡ് ചെയ്യുകയോ യൂണിയനിൽ ചേരുകയോ ഒന്നും ചെയ്തില്ല പ്രിയ ദൈവമക്കളെ. പിന്നെ എന്താണ്? ആത്മാവകത്തിരുന്നു കൊണ്ട് ഇവനെ വിളങ്ങുവാറാക്കിയപ്പോൾ, ശോഭിക്കാൻ ബ്രൈറ്റാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അധികാരിക്ക് തോന്നാൻ തുടങ്ങി, ഇവനെ ഉന്നത സ്ഥാനീയനാക്കിയാൽ അയാൾക്കും ഗുണമാണ്, രാജ്യത്തിനും ഗുണമാണ്. മറ്റുള്ളവർക്ക് തോന്നണം, അവർ വിചാരിക്കണം ഇവനിലൊരു കഴിവുണ്ട്, ഇവൻ ഉദാസീനനല്ല, ഇവൻ 5 മണി വരെയും കഷ്ടി പേരപ്പിച്ച് പണിയെടുത്ത് നമ്മളെ ഊറ്റിക്കൊണ്ട് പോകുന്നവനല്ല. അല്ല, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ല, പിന്നെ ഇവൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ്, ഇവൻ ചെന്നിരിക്കുന്നിടത്ത്, ആ കുടുംബത്തിനാണെങ്കിലും ആ രാജ്യത്തിനാണെങ്കിലും ആ സ്ഥാപനത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രയോജനകരവും ഉപകാരിയുമാണെന്ന് ആത്മാവ് തെളിയിച്ചപ്പോൾ ഉന്നതാധികാരി വിചാരിച്ചു, ഇവനെ ആക്കിയേക്കാം ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, എല്ലാത്തിൻ്റെ മീതെ അധികാരിയാക്കിയേക്കാം. ഞാൻ ഇങ്ങനെ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു വീട്ടിലെ വീട്ടുജോലിക്കാരിയായിരിക്കാം. നിങ്ങളൊരു വീട്ടിൽ പറമ്പും പുരയിടവും നോക്കാൻ വേണ്ടി, അവിടെ കപ്പയ്ക്ക് കിളയ്ക്കാനും വാഴ നടാനും തെങ്ങിന് തട കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്, പശുവിന് അഴിച്ചു കെട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നീ ഒരു ദൈവ പൈതലല്ലേ? നീ ഒരു സ്ഥാപനത്തിൽ രാജ്യം വിട്ടുപോയി ജോലി ചെയ്യായിരിക്കാം. ഇന്ത്യയുടെ ഏതെങ്കിലും പട്ടണത്തിൽ, അന്യ സംസ്ഥാനത്ത്, ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത്, എവിടെ ആയിരിക്കട്ടെ, നിങ്ങൾ മനസ്സ് തുറന്ന് ചിന്തിച്ചേ. ആ നിൽക്കുന്നിടത്ത് ദൈവാത്മാവ് നിൻ്റെ പ്രൊഫഷണലിൽ, നീ ചെയ്യുന്ന ജോലിയിൽ, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ചെന്നിരിക്കുന്ന വീട്ടിൽ ആത്മാവ് നിൻ്റെ അകത്തിരുന്ന് നിന്നെ ശോഭിപ്പിക്കണം. അതൊന്ന് പ്രാർത്ഥിക്ക്. അപ്പുറത്തെ താമസിക്കുന്നവൻ, ഇവിടുത്തെ അമ്മ, അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ, ഈ രാജ്യത്തിൻ്റെ പ്രശ്നം, ഇവിടെ സേവിക്കുന്ന ദുഷ്ടശക്തി, അപ്പുറത്തെ കസേരിക്കുന്നവൻ്റെ നെറ്റിയിൽ കുറിയോട്ടിട്ട്, ഇതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ അകത്തിരിക്കുന്ന വിശിഷ്ടാത്മാവിന് എന്നെ ഇവരുടെ നടുവിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും, ശോഭിപ്പിക്കാൻ പറ്റും എന്നുള്ള ധന്യത ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് നിന്നാലുണ്ടല്ലോ, നീ വിളങ്ങും, നിനക്ക് ഉയർച്ച കിട്ടും. അസൂയപ്പെട്ട് കാത്തിരിക്കുന്നവർ, നിന്നെ വെടിവെക്കാൻ തോക്കിൽ തിരയും നിറച്ചിരിക്കുന്നവൻ, കാഞ്ചി വലിക്കാൻ ഒരു കാരണം കിട്ടണ്ടേ? കിട്ടിയേല. ഉന്നം വെച്ചിരിക്കുന്നവൻ്റെ ഉന്നം പിഴയ്ക്കും. അതുകൊണ്ട് ദൈവാത്മാവിൽ തന്നെ ആശ്രയിക്കാം, ആ വിധത്തിൽ തന്നെ ചിന്തിക്കാം. വേണ്ടാത്തതൊന്നും ചിന്തിച്ച് ആയുസ് പാഴാക്കാതെ ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മുഴുകാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഒത്തിരി ധന്യരാണപ്പാ. എന്നെയും ഇത് കേട്ട സകലരെയും ഞങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വാക്യം വെച്ച് വിളങ്ങേണ്ടതിനും ഉയരേണ്ടതിനും സഹായിക്കണേ ദൈവാത്മാവേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.